ഇത് ഇവരുടെ എക്സ്ക്ലൂസീവ് പാർട്ടാണ്. ഇപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കംപ്ലീറ്റ് ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ, ഇതൊക്കെ ബോർഡാണല്ലോ. ബോർഡല്ല, അലുമിനിയം. അതിന്റെ പ്രത്യേകതകൾ ഇതിന്റെ കർക്കസ് മൊത്തം, കാരണം അറിയാലോ വെളിയിലുള്ള ആളാണ്, അടച്ചിടും, യൂസേജ് ഇല്ല. അപ്പോൾ ഇതിന്റെ ഇൻസൈഡ് എന്തായാലും സ്ട്രോങ് ആയിരിക്കണം. ഇൻസൈഡ് ക്യാബിനറ്റ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള അലൂമിനിയം ആണ്. മനസ്സിലായി. ഇതിന്റെ എക്സ്റ്റീരിയർ എന്താണ് ഫിറോസ് ഭായ് എന്ന് പറയോ? ഗ്ലാസ് ആണോ? ഗ്ലാസ് ആണ്, പെയിന്റഡ് ഗ്ലാസ് ആണ്. ഗ്ലാസ് ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം പ്രൊഫൈൽസിലാണ് ഗ്ലാസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെയിറ്റ്ലെസ് ആണ്. ഈ ഹാങ്ങിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല. മനസ്സിലായി. ഇത് കുറച്ചാൾ കഴിയുമ്പോൾ കൊണ്ട് ഇരിക്കത്തില്ല. ഇല്ല ഇല്ല, ഇത് വെയിറ്റ് ഇല്ല, വളരെ വെയിറ്റ് ഇല്ല. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ബീഡിങ് ടൈപ്പ്, ഇപ്പൊ രണ്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ നോർമൽ കേസിൽ പാറ്റ പല്ലി എല്ലാം കയറും, ഇതൊന്നും കയറത്തില്ല. അതാണ് ഇവരുടെ കണ്ടോ, അതൊരു വലിയ. പക്ഷെ എന്റെ വീട്ടിലത് പാടിപ്പോയി. ഞാൻ വേറെയാണ് ചെയ്തത്, ഞാൻ സ്വന്തമായിട്ടാണല്ലോ ചെയ്തത്. അന്ന് ആ സമയത്ത് നമ്മൾ പരിചയപ്പെടുന്നതായിരുന്നു. ഈ ഒരു സംഗതി വളരെ ചെറിയൊരു ചിന്തയാണ്, പക്ഷെ ഒരൊറ്റ ക്ഷുദ്രജീവികൾ അകത്ത് കയറാത്തതുപോലെ ഇവരത് പ്ലാൻ ചെയ്തു. പിന്നെ അതുപോലെ ഈ ഗ്ലാസ് കിച്ചൺ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് കോർണേഴ്സ് ബ്രേക്ക് ആവും. അതെ അതെ. അപ്പൊ നമ്മളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കും, ഇതിന്റെ കോർണേഴ്സ് ബ്രേക്ക് ആവാത്ത ഒരു സെറ്റപ്പ് മാനുഫാക്ചർ. ഓ, ഇതിനകത്താണ് അത് വെച്ചേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും അറിയാതെ തട്ടി കഴിഞ്ഞാലൊന്നും പൊട്ടൂല. മനസ്സിലായി. ഇവരുടെ ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്നതിന് നിങ്ങൾ കരുതുന്നത് പോലത്തെ ഒരു സെറ്റപ്പ് അല്ല കേട്ടോ, വലിയൊരു ഫാക്ടറിയാ. പെരുകാവല്ലേ? അവിടെ ഞാൻ പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ അറ്റ്ലസിനോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഫാക്ടറിയാണ്. അവിടെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ തന്നെ ഡിസൈനേഴ്സ്, ഇവരുടെ പിന്നെ ഇന്റീരിയർ ഡെവലപ്പേഴ്സ് ഒക്കെ കൂടി കൃത്യമായിട്ട് സിസ്റ്റത്തിൽ അല്ലേ? അതെ, നമുക്ക് നമ്മുടെ എല്ലാ ഷോറൂംസും ഫാക്ടറിയായിട്ട് കണക്റ്റഡ് ആണ്. ജസ്റ്റ് സിസ്റ്റം ടു മെഷീൻ എന്നുള്ളതാണ്. ഒരു എൻ്റർ മതി. ഇവർ ഡിസൈൻ ചെയ്ത്, നമ്മളിപ്പോൾ ഞാനാണ് ക്ലയന്റ് എങ്കിൽ ഞാൻ പോയി എൻ്റെ ഇഷ്ടം ഇവരോട് പറയുന്നു, ഇവരതിനെ ഡിസൈൻ ചെയ്യുന്നു. ഒരു എൻ്ററാണ്. അവിടെ നിന്ന് നേരെ ഇവരുടെ ഫാക്ടറി പോകുന്നു. അവിടെ ആ ഫാക്ടറിയിൽ മെഷീൻ പണി തുടങ്ങുകയാണ്. പിന്നെ അവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുവന്ന് പണി ചെയ്യുക എന്നുള്ളത് മാത്രമേ കാണൂ. അത് അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഞാനിപ്പോ ഇത് ഒരു സ്ക്രൂ പോലും വെളിയിൽ കാണാത്ത രീതിയിലാണ് നമ്മൾ ഈ ഷട്ടർ ഡിസൈൻ ചെയ്തത്. മനസ്സിലായി. ഇത്രയും ഒരു സ്ലീക്ക് ടൈപ്പിലാണ്. അതെ അതെ. പിന്നെ പ്രവാസികൾ കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായ ധാരണയുണ്ട്. അവരത് ചോദിക്കും അതെന്തുകൊണ്ട്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് ഇവർ നോക്കി ചെയ്തു. അതായത് ഈ ഏരിയയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ഇതുണ്ടോ നന്നായി ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഫ്രിഡ്ജ് ഈ മിക്സിയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അതിനെ നമ്മളൊരു ലെവലർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ലൈഡർ സെറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വലിക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ നശിപ്പിച്ചു. കണ്ടോ, ഇവിടെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തിരികെ അതേപോലെ സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് വയ്ക്കാം. എന്നിട്ടിത് എന്ത് വൃത്തി അല്ലേ? ചെറിയ ആശയമാണ് അത്. പക്ഷെ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലൊന്നും കാണാത്തത് പോലെ അതിനാണ് മോഡുലാർ കിച്ചൺ ചെയ്യുന്നത് തന്നെ. അതായത് ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു.